നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒക്ടോബറിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ഗാസ മുനമ്പിന്റെ 70% നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ സൈന്യത്തോട് താൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഞങ്ങൾ നിലവിൽ ഹമാസിനെ ഉപരോധിക്കുകയാണ്. ഗാസ മുനമ്പിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ അധികാരം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നും ഹമാസിനെതിരായ നീക്കങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗാസയിലെ ഭൂരിഭാഗം ജനങ്ങളെയും ഇതിനകം തന്നെ അഭയാർത്ഥികളാക്കി മാറ്റിയ യുദ്ധത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം. വ്യാഴാഴ്ച ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് പലസ്തീൻ പ്രദേശത്തിന്മേൽ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ പിടി ക്രമേണ ശക്തമാക്കുകയാണെന്നും ഹമാസിനെതിരായ സൈനിക നടപടികൾ കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയത്. ഇപ്പോൾ ഗാസയുടെ 60% പ്രദേശവും ഞങ്ങൾ നിയന്ത്രിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഗാസയുടെ 50% ഞങ്ങൾ നേരത്തെ നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾ അത് 60% മാറ്റി. 70% നീങ്ങുകയാണ് ഇപ്പോൾ എന്നതാണ് എൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ. ഞങ്ങൾ അവരെ എല്ലാ വശങ്ങളിലും വളഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള പ്രദേശങ്ങളും പിന്നീട് നിയന്ത്രണത്തിലാക്കുമെന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജോർദാൻ താഴ്വരയിലെ ഇസ്രയേലി കുടിയേറ്റ കോളനിയിൽ നടന്ന സമ്മേളനത്തിൽ നെതന്യാഹു വ്യക്തമാക്കി. ഹമാസുമായി പരോക്ഷമായ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം. ആയുധങ്ങൾ താഴെ വയ്ക്കാൻ ഹമാസ് തയ്യാറാവുക, ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വെടിനിർത്തൽ കരാറിന്റെ അടുത്ത ഘട്ടത്തെ ചൊല്ലിയുള്ള പരോക്ഷ ചർച്ചകളിൽ ഇസ്രയേലും ഹമാസും ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഗാസയുടെ പകുതിയിലധികം ഭാഗവും ഇപ്പോഴും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ്. തീരദേശത്തെ ഒരു ചെറിയ പ്രദേശം മാത്രമാണ് ഹമാസിന്റെ കൈവശമുള്ളത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 900-ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒക്ടോബറിൽ ധാരണയായ വെടിനിർത്തൽ കരാർ പ്രകാരം നിശ്ചയിച്ച അതിർത്തി രേഖകൾ ലംഘിച്ച് ഇസ്രയേൽ മുന്നേറുന്നതായാണ് ഹമാസ് ഇപ്പോൾ ആരോപിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നടപടി മേഖലയിലെ സംഘർഷം കുറയ്ക്കാനുള്ള എല്ലാ പ്രതീക്ഷകളെയും തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഇസ്രയേൽ നിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതോടെ ഗാസയിലെ ലക്ഷക്കണക്കിന് പലസ്തീനികൾ കൂടുതൽ ഇടുങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരാകും. ഇതിനോടകം തന്നെ ഗാസയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയിറക്കപ്പെട്ട അവസ്ഥയിലാണ്. ഗാസയ്ക്ക് പുറമെ തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ ഇസ്രയേൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ വലിയൊരു വിഭാഗം യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രയേൽ സൈന്യം അവിടുത്തെ താമസക്കാരോട് വടക്ക് ഭാഗത്തേക്ക് മാറി താമസിക്കാൻ ഉത്തരവിട്ടു. 120-ലധികം വ്യോമാക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ ഇസ്രയേൽ നടത്തിയത്. 2023 ഒക്ടോബർ 7 പൊട്ടിപ്പുറപ്പെട്ട വിനാശകരമായ യുദ്ധത്തിന് 2 വർഷത്തിന് ശേഷം 2025 ഒക്ടോബർ 10 പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രയേലും ഹമാസും പരസ്പരം ആരോപിക്കുന്നു. വെടിനിർത്തൽ നിബന്ധനകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിന്റെ 50%-ലധികം പ്രദേശത്തിന്റെ നിയന്ത്രണം നിലനിർത്തി. ഗാസയിലെ യെല്ലോ ലൈൻ എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് പിൻവാങ്ങേണ്ടതായിരുന്നു ഇവർ. യെല്ലോ ലൈൻ ഗാസ മുനമ്പിനെ 2 ഭാഗങ്ങളായാണ് വിഭജിക്കുന്നത്. ഇതിൽ ഒന്ന് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലും മറ്റൊന്ന് ഹമാസിന്റെ നിയന്ത്രണത്തിലുമാണ്. എന്നാൽ സൈന്യം ഗാസ മുനമ്പിൽ നിയന്ത്രണം വികസിപ്പിച്ചതായി മെയ് 15 നെതന്യാഹു പ്രഖ്യാപിച്ചു. ഗാസയിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പിന്മാറിയില്ല. ഇന്ന് ഞങ്ങൾ ഗാസയുടെ 60% നിയന്ത്രിക്കുന്നുവെന്ന് മെയ് 15 നെതന്യാഹു പറഞ്ഞു. ഏപ്രിൽ അവസാനത്തിൽ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് ഇസ്രയേൽ സൈന്യം നൽകിയ ഭൂപടങ്ങൾ പ്രകാരം ഗാസയുടെ 64%-ഓളം ഭാഗം ഇതിനകം തന്നെ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ്. ഇസ്രയേൽ തങ്ങളുടെ അധിനിവേശം ഇനിയും വ്യാപിപ്പിച്ചാൽ തകർന്നടിഞ്ഞ ഈ തീരദേശത്തെ അതിലും ചെറിയൊരു പ്രദേശത്തേക്ക് 20 ലക്ഷത്തോളം വരുന്ന പലസ്തീനികൾ ചുരുങ്ങേണ്ടി വരും എന്നുള്ളതാണ് ദുരവസ്ഥ. മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കും കരയുദ്ധങ്ങൾക്കും ഒടുവിൽ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. മലയാളി വാർത്ത പ്ലസ്.